ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് യൂണിറ്റ് 2 ദ ഹൊമേറിക് ഹീറോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് ഓൾ അബൌട്ട് ഇലിയാഡ് അല്ലെ. ഹോമറിന്റെ ഇലിയാഡിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ വി നോ ദാറ്റ് നമ്മൾ ത്രൂ ഔട്ട് ദ പോം പറയുന്ന ഒരു കാര്യമാണ് എന്ത്, ഇലിയാഡിന്റെ ഒരു സെൻട്രൽ ക്യാരക്ടേഴ്സ് ഹും ഇറ്റ്സ് അക്കിലസ് എന്നുള്ളത് അല്ലേ. അപ്പം അക്കിലസ് തന്നെയാണോ ശരിക്കും പറഞ്ഞ ഹീറോ? There is actually it's actually an open-ended question. കാരണം അക്കിലസ് നമ്മൾ ഹീറോ ആന്ന് പറയാൻ വി ഹാവ് സെവറൽ തിങ്സ് അല്ലെ. അക്കിലസ് ആണ് ഈ വാർ വിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അക്കിലസിന്റെ കുറെ പെർസ്പെക്ടീവ്സ് ഉണ്ട്. വിൽ ഗോ ത്രൂ ദാറ്റ്. അപ്പം അക്കിലസ് തന്നെയാണോ എന്ന് ചിന്തിക്കണമെങ്കിൽ വി ഹാവ് ടു ഹാവ് വേറൊരാളൊരു അക്കിലസിന്റെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അക്കിലസിന് ഒരു എതിരാളിയായിട്ട് ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരേണ്ടതുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഉണ്ട്. ആരാണ്? നമ്മൾ പറഞ്ഞിരുന്നു ഈ ഇലിയാഡില് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു പേരാണ് ഒന്ന് അക്കിലസ് ആൻഡ് അതർ വൺ ഇസ് ഹെക്ടർ. അപ്പം നമുക്ക് ഹെക്ടറിനെയും ഇതുപോലെ ഒരു ഹീറോ സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് ഹെക്ടർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് അക്കിലസിനെ ഹീറോ ആയിട്ട് കാണണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹെക്ടറിനെ നമുക്ക് ഹീറോ ആയിട്ട് കാണാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ആ സോ അക്കിലസ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഹീറോയിക് ഡിലേമ ഇൻ ദ ഇലിയാഡ്. നമുക്കറിയാം ഇലിയാഡ് എന്ന് പറയുന്ന പോം തുടക്കത്തിൽ തന്നെ ഇറ്റ്സ് അബൌട്ട് എ ക്വാറൽ. അഗാംനണും അക്കിലസും തമ്മിലുള്ള ഒരു ഫൈറ്റ് വെച്ചിട്ടാണ് അല്ലെ നമ്മൾ തുടങ്ങുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബിക്കോസ് ഇവർക്ക് രണ്ടുപേർക്കും അഗാംനനും അക്കിലസിനും രണ്ട് വിമനെ കിട്ടുകയാണ്. ദേ ഗോട്ട് ടു വിമൻ. സോ ഇതിൽ അഗാംനോന്റെ വുമനെ എന്താണ് ആ ഒരു ടൈമില് അച്ഛൻ ഈ ലേഡിയുടെ അച്ഛൻ വന്നിട്ട് ചോദിക്കുമ്പോൾ അഗാംനോൺ കൊടുക്കുകയാണ് ആ സ്ത്രീയെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം അക്കിലസിന്റെ അടുത്ത് ഉണ്ട് ഒരു വുമൻ. അപ്പം അക്കിലസ് ആരാണ്? ഹീസ് എ ഗ്രീക്ക് വാരിയർ, വേറെസ് അഗാംനോൺ ഇസ് ദ കമാൻഡർ അല്ലെ. അപ്പൊ അഗാംനോൺ ആണ് സ്റ്റേറ്റസ് വെച്ചിട്ട് കുറച്ചുകൂടി മുകളിൽ. അപ്പൊ അഗാംനോൺ എന്ത് ചെയ്യാണ്? അക്കിലസിന്റെ വുമനെ എടുക്കുകയാണ്. അപ്പം ആ സമയത്ത് അക്കിലസ് എന്ത് സംഭവിക്കുകയാണ്? അക്കിലസിന് ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യാണ്. ഓക്കെ, അക്കിലസ് ഫീൽസ് ഇൻസൾട്ടഡ് ടു ഹിസ് ഓണർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്ന ഇലിയാഡിന്റെ തുടക്കം തന്നെ വരുന്നത്. അപ്പോ എന്താണ് അക്കിലസ് ഇതിന് പകരമായിട്ട് എന്താ ചെയ്യുന്നത്? ആക്ച്വലി അക്കിലസും അഗാംനോണും ദേ ആർ ഫൈറ്റിംഗ് ഫോർ ഗ്രീക്ക് അല്ലെ. അപ്പം എന്താ നമ്മുടെ അക്കിലസ് തീറ്റസിന്റെ അടുത്ത് പ്രേ ചെയ്യാണ്. ഹു ഇസ് തീറ്റസ്? സോ തീറ്റസ് ഇസ് അക്കിലസിന്റെ അമ്മയാണ്, ഗോഡസസ് ആണ്. ഓക്കെ, അപ്പൊ ഗോഡസിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ്? സിയസ് എന്ന് പറയുന്ന ഗോഡിനെ എന്ത് ചെയ്യാണ്? ട്രോജൻസിന്റെ സൈഡിലേക്ക് സപ്പോർട്ടിന് കൊടുക്കണം എന്ന് പറഞ്ഞ് അക്കിലസ്, ഗ്രീക്ക് വാരിയർ ആയിട്ടുള്ള അക്കിലസ് പ്രാർത്ഥിക്കുകയാണ്. അതായത് വാട്ട് ഹീസ് ഡൂയിങ്, ഈസ് ബിട്രേയിങ് ഗ്രീക്ക് അല്ലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കിലസ് എന്താണ് ഗ്രീക്കിന് വേണ്ടി നിൽക്കേണ്ട ഒരാളാണ്. പക്ഷെ ഈ ഒരു ചെറിയൊരു കാരണത്താല് ഈ ഒരു റേജ് കാരണം അക്കിലസ് പ്രാർത്ഥിക്കുകയാണ്. അമ്മേന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സിയസ് എന്ന് പറയുന്ന ഗോഡിന്റെ ശക്തി ഉപയോഗിച്ച് ട്രോജൻസിന്റെ വിക്ടറി ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഈ ആക്ഷൻസ് നമുക്ക് എന്ത് കാണാം? ഒരു രണ്ട് ഫ്ലോ കാണാൻ പറ്റും. അക്കിലസിന്റെ ക്യാരക്ടറിലുള്ള രണ്ട് ഫ്ലോ അത് എന്തൊക്കെയാ? ഒന്ന്, ഹിസ് ഈഗോ ഡ്രിവൻ റെഫ്യൂസൽ ടു ഫൈറ്റ്. നമുക്ക് കാണാം ഇത് കഴിയുമ്പോഴേ അക്കിലസ് പറയണം ഐ എം നോട്ട് റെഡി ഫോർ ഫൈറ്റ്. അക്കിലസ് ഗ്രീക്കിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. എന്തുകൊണ്ടാ? അതൊരു ഈഗോ ആണ് അല്ലെ. ഈഗോ കാരണമാണ് അത്. അക്കിലസിന്റെ ഒരു ക്യാരക്ടറിലെ ഒരു ഫ്ലോ ആണ് കാണുന്നത്. ആൻഡ് അതർ വൺ ഇസ് ഹിസ് വെഞ്ച്ഫുൾ ഡിസയർ ഫോർ ഗ്രീക്ക് ഡിഫീറ്റ്. അപ്പം ഈ അഗാംനോൺ ചെയ്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം എന്താണ് ഇവര് ചെയ്യുന്നത്? അക്കിലസ് ആഗ്രഹിക്കുന്നത് എന്താ? ഗ്രീക്ക് തോക്കണം എന്നാണ്. ട്രോയ് ജയിച്ചോട്ടെ എന്നാണ് പറയുന്നത്. ട്രോജൻസ് ജയിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അക്കിലസ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ അക്കിലസിന്റെ രണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഒരു എന്താ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത്, വീക്ക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഇലിയാഡ് ക്വസ്റ്റ്യൻസ് വെദർ വാർ ആൻഡ് വയലൻസ് ആർ ജസ്റ്റിഫയബിൾ. അപ്പം ഇലിയാഡില് നമ്മൾ കാണുന്നുണ്ട് വാർ ത്രൂ ഔട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലിയാഡ് ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യാണ് ഈ പോയത്തില്. എന്താണ് ശരിക്കും ഈ വാറും വയലൻസ് ഒക്കെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അപ്പം അക്കിലസിനെ നമുക്ക് ശരിക്കും ഒരു ഹീറോ ആയിട്ട് കാണാൻ പറ്റുമോ എന്നിങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ പോയത്തിലൂടെ പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ഹൗ എന്നുള്ളതിനൊരു റിപ്ലൈ വരുന്നുണ്ട് ഹിയർ. അക്കിലസ് wrath and moral justification.
അപ്പം അക്കിലസ് അതിനെ എങ്ങനെയാണ് അക്കിലസ് എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ ഹോമർ അത് ജസ്റ്റിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അക്കിലസ് എന്താണ് അഗാംനോൺ ഇങ്ങോട്ടേക്ക് പറയുന്നത് എന്താ, ഹി നീഡ്സ് ദാറ്റ് വുമൺ എന്നല്ലേ, ആ വുമണിനെ വേണം അക്കിലസ് വിൻ ചെയ്ത വുമണിനെ അഗാംനോണ് വേണം എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ തന്നെ അക്കിലസ് അതിനെ റെഫ്യൂസ് ചെയ്യണം, നോ പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പക്ഷേ ആക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, കാരണം ഹൈറാർക്കി അനുസരിച്ച് അഗാംനോൺ ആണ് മുകളില്. സോ അക്കിലസ് ഹാവ് ടു ഒബേ ദാറ്റ്. എന്നിട്ട് കൂടിയും അക്കിലസ് എന്ത് ചെയ്യാണ്, ഹീസ് റെഫ്യൂസിങ് ടു ഫൈറ്റ്. അക്കിലസ് പറയണം ഐ എം നോട്ട് റെഡി ടു ഫൈറ്റ്. അക്കിലസ് ഫൈറ്റ് ചെയ്യാൻ റെഡി അല്ല, അക്കിലസ് ഫൈറ്റ് ചെയ്യുന്നുമില്ല, നമുക്കത് കാണുമ്പോഴേ അറിയാം അക്കിലസ് ഫൈറ്റ് ചെയ്യുന്നില്ല അല്ലെ. അപ്പം അക്കിലസ് അവിടെ രണ്ട് രീതിയിൽ നമുക്ക് അക്കിലസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ എടുക്കാൻ പറ്റും. ഒന്ന്, അക്കിലസ് എന്താ ചെയ്യുന്നത്, അക്കിലസിന് തോന്നുന്ന കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹീസ് നോട്ട് ലുക്കിംഗ് ഫോർ എനി വൺ. അക്കിലസിന്റെ കൂടെയുള്ളവർക്കോ അല്ലെങ്കിൽ അക്കിലസിന്റെ ആർമിക്ക് എന്ത് സംഭവിക്കും എന്നിങ്ങനെ കാര്യങ്ങളിലൊന്നും അക്കിലസ് ആക്ച്വലി ഇൻവോൾവ് അല്ല. അക്കിലസ് ഇസ് ജസ്റ്റ് ലുക്കിംഗ് ഫോർ ഹിംസെൽഫ്. ആർക്ക് എന്ത് തോന്നുന്നു അത് മാത്രമേ അക്കിലസ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റും. അവസാനമായപ്പോഴേക്കും ഈ ഗ്രീക്സിന് എന്ത് പറ്റാണ്, ട്രോജന്റെ ഡോമിനൻസ് ആണ്, ട്രോജൻ ആണ് കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത്. വൈ? ബിക്കോസ് അക്കിലസ് പ്രേ ചെയ്തിട്ട് സിയസ് ആരെ സപ്പോർട്ട് ചെയ്യുന്നത്, ട്രോജൻസിനെയാണ് അല്ലെ. അപ്പൊ ഗ്രീക്ക് സ്വാഭാവികമായിട്ട് തോക്കാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ തുടക്കത്തിൽ അക്കിലസ് പറയുന്നുണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യില്ല, ഐ ഡോണ്ട് കെയർ, ഗ്രീക്ക് തോക്കട്ടെ എന്ന് വിചാരിക്കുന്ന അക്കിലസിന്റെ ഉള്ളിൽ നിന്ന് അക്കിലസിന് തോന്നുകയാണ് എന്താ, അക്കിലസ് സ്വയം ഇറങ്ങുന്നില്ല, ബിക്കോസ് ഹി ഹാസ് ദാറ്റ് ഈഗോ അല്ലേ. പക്ഷെ അക്കിലസിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള പാട്രക്കലസിനെ വിടുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ട്രോജൻ റെപ്രസെന്റ് ചെയ്തു വരുന്ന പ്രിൻസ് ആയിട്ടുള്ള ഹെക്ടർ പാട്രക്കലസിനെ കൊല്ലാണ്. അത് നമ്മുടെ ഈ ഇലിയാഡ് എന്ന് പറയുന്ന പോലെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം അതിനുശേഷമാണ് ഇക്ലസിന് പിന്നെയും റേജ് കൂടുന്നത്. ഓക്കെ, ഹിയർ ആ പാട്രോക്കലസ് എന്ന് പറയുന്ന ക്യാരക്ടർ മരിക്കുമ്പോ ഹൗ ഇസ് അക്കിലസ് ഈ പറയുന്ന ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടറിന് നേരെ ഷിഫ്റ്റ് ആവുകയാണ്, ഗ്രീഫ് വരികയാണ്. കാരണം അക്കിലസിന്റെ ഉള്ളിലുള്ളൊരു ഹ്യൂമൻ ക്യാരക്ടർ, ആ ഒരു ഫീലിംഗ്, ആ ഒരു ഇമോഷൻ പുറത്തു വരികയാണ്. ആ ആ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് അക്കിലസ് എന്ത് ചെയ്യാണ്, അക്കിലസ് ഇസ് കമ്മിങ് ഔട്ട്. അവിടെ അക്കിലസിന്റെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പുറത്തേക്ക് വരികയാണ്. എന്താണ്, അവിടെ അക്കിലസ് ഒരു വാരിയർ അല്ല, ബട്ട് ഹീസ് എ ട്രൂ ഫ്രണ്ട് അല്ലെ, ഒരു വളരെ നല്ലൊരു സുഹൃത്തിന്റെ ക്യാരക്ടറാണ് അവിടെ കാണുന്നത്. ഓക്കെ, എന്നിട്ട് അക്കിലസ് എന്ത് ചെയ്യാണ്, അക്കിലസ് ഒത്തിരി നേരം അതിൽ നമുക്കൊരു സീൻ കാണാൻ പറ്റും. സി, എ ബ്ലാക്ക് ക്ലൗഡ് ഓഫ് ഗ്രീഫ് came shrouding over Achilles, both hands clawing the ground for soot and filth. He poured it over his head, fouled his handsome face, and black ashes settled onto his fresh, clean washed shirt. Overpowered in all his power, sprawled in the dust, Achilles lay there fallen, tearing his hair, revealing it with his own hands. അപ്പം ഇവിടെ അക്കിലസ് ലേ ദെയർ ഫോളൻ. അവിടെ അക്കിലസ് എന്താണ്, വോർ കാരണം തോറ്റിട്ട് കിടക്കുകയല്ല, മറിച്ച് അക്കിലസിന്റെ വളരെ അടുത്ത സുഹൃത്ത് താൻ കാരണം മരിച്ചു, ഹെക്ടർ അവനെ കൊന്നു എന്നുള്ള സങ്കടം കൊണ്ടാണ് ഇവിടെ അക്കിലസ് ഫെയിൽ ആയതായിട്ട് അക്കിലസിന് തന്നെ ഫീൽ ചെയ്യുന്നത് അല്ലേ. ഡിഡ് ഹി ഫെയിൽ? നോ. അപ്പൊ തന്നെ അക്കിലസ് എന്താണ് തീരുമാനിക്കുന്നത്, അക്കിലസ് അഗാംനോണുമായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ഒരു റീയൂണിയൻ നടക്കുന്നത്, ഫോർ ഹിസ് ഡിയർ ഫ്രണ്ട് പാട്രിക്കൽസ് അല്ലെ. അങ്ങനെ പിന്നെ ഇറങ്ങുന്ന ഒരു അക്കിലസ് എന്ന് പറയുന്നത്, അക്കിലസ് ഭയങ്കര ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരു അക്കിലസ് ആണ്. ഓക്കെ, ഹിസ് നോട്ട് ലുക്കിംഗ് ഫോർ എനിവൺ. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു ഇമോഷനും ഒരു രീതിയിലും വില കൊടുക്കാത്ത രീതിയിലാണ് അക്കിലസ് പിന്നീട് ഫൈറ്റ് ചെയ്യുന്നത്. ഹി സ്ലോട്ടസ് ഡസൻസ് ഓഫ് ട്രോജൻസ് ഇൻ എ സിംഗിൾ ചാർജ്. അതായത് ഒറ്റ സിംഗിൾ ചാർജിൽ തന്നെ മാക്സിമം ട്രോജൻസിനെ അവൻ കൊല്ലാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ അക്കിലസ് മെയിൻലി ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, ഈ ഫ്രണ്ടിനെ കൊല്ലുന്നത് ആരാണ്, ഹെക്ടർ. അപ്പൊ ഹെക്ടറിനെ കൊല്ലാണ്. കൊല്ലുക മാത്രമാണോ ചെയ്യുന്നത്? അല്ല, കൊന്നതിന് ശേഷം ഈ ബോഡി അക്കിലസ് ആ ഗ്രൗണ്ടിൽ കൂടെ, ട്രോയിന്റെ ഗ്രൗണ്ടിൽ കൂടെ വലിച്ചുകൊണ്ട് നടക്കുകയാണ്. ഓക്കെ, ത്രൂ ഔട്ട് വലിച്ചുകൊണ്ട് നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് ആക്ച്വലി ആക്ഷൻ ഓഫ് ബ്രൂട്ടാലിറ്റി അല്ലെ, കൊന്നു, അതവിടെ തീർന്നു. പക്ഷെ അക്കിലസ് അങ്ങനെയല്ല. അക്കിലസിന്റെ ഉള്ളിലുള്ള ആ റേജും റാത്തും കാരണം വാട്ട് ഈസ് ഡൂയിങ്, ആ ബോഡി ഇങ്ങനെ വലിക്കണം, ഒരു റെസ്പെക്ട് കൊടുക്കാതെ, ബോഡിക്ക് റെസ്പെക്ട് കൊടുക്കാതെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുകയാണ്.
ആ ഇപ്പൊ നമ്മുടെ ഇപ്പത്തെ ഒരു മോഡേൺ വ്യൂല് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ വിൽ ബി ഫീലിംഗ് ലൈക്ക് അഖിലേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ക്രൂവലാന്ന് നമുക്ക് തോന്നും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ കഴിയുക, കാരണം കൊന്നു അവിടെ എൻഡ് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെയും എങ്ങനെയാണ് ചെയ്യുക, ഡെഡ് ബോഡിക്ക് പോലും റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ എന്ന് നമ്മുടെ മോഡേൺ വ്യൂവിന് തോന്നുമെങ്കിലും ഇത് നടക്കുന്ന എവിടെയാണ്? ഹോമറിന്റെ കാലഘട്ടത്തിലാണ് അല്ലെ. ഈ ഹോമറിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ബ്രൂട്ടാലിറ്റി ഒക്കെ എന്താണ്, ഈ വിക്ടറി എടുക്കുന്ന ആളുടെ റൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അതൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ അതൊരു ഇൻഹ്യൂമൻ ആക്ടിവിറ്റി ആയിട്ടോ ഒന്നും അല്ല കാണുന്നത്. സീൻ ആസ് എ വിക്ടേഴ്സ് റൈറ്റ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു അക്കിലസ് ഭയങ്കര ക്രൂവലായിട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ മോഡേൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ന് പറഞ്ഞു. പക്ഷെ ബുക്കിന്റെ അവസാനമായി കാണുമ്പോൾ നമുക്കൊരു റീകൺസിലിയേഷൻ നടക്കുകയാണ് അല്ലെ. അതായത് റീകൺസിലിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അപ്പൊ രണ്ട് എൻഡും ഒന്ന് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഒന്ന് കറക്റ്റ് ആക്കുന്ന ഒരു ലെവലിൽ, ഒരു ഈക്വൽ ലെവലിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ അക്കിലസ് ഹെക്ടറിന്റെ ഫാദർ ആയിട്ടുള്ള പ്രയാം വരികയാണ്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്, അദ്ദേഹം അക്കിലസിന്റെ കാല് പിടിച്ച് കരയാണ്. ഓക്കെ, ഹിസ് പ്ലീഡിങ്, എന്റെ മോന്റെ ബോഡി എനിക്ക് തിരിച്ചു തരണം. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഹെക്ടർ എന്ന് പറയുന്ന ഒരു വലിയ വാരിയർ ആണ് അല്ലെ. അപ്പൊ അദ്ദേഹം പൊരുതി ജയിച്ച ഒരാളാണ്. ലൈക്ക് ആക്ച്വലി വോറ് വിൻ ചെയ്തില്ല, ബട്ട് സ്റ്റിൽ ആ മരണം വരേക്കും ആള് പൊരുതി നിന്ന ഒരാളാണ്. അപ്പൊ അവർക്ക് എന്ത് കിട്ടണം? ഒരു നല്ല രീതിയിൽ ഒരു ഓണർ അർഹിക്കപ്പെടുന്ന ഒരാളാണ് അല്ലേ. സോ ഹി വോണ്ട്സ് ഹിസ് ബോഡി ബാക്ക്. അപ്പൊ പ്രയാം എന്ന് പറയുന്ന ഹെക്ടറിന്റെ അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ് എന്റെ മകന്റെ ബോഡി തരുമോ എന്ന് പറയുമ്പോൾ വി കുഡ് സി എറ്റ് അനദർ ട്രാൻസ്ഫോർമേഷൻ ഇൻ കേസ് ഓഫ് അക്കിലസ്. കാരണം അക്കിലസിന്റെ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആദ്യം ഈഗോ ആയിരുന്നു, പിന്നെ അത് റേജ് ആയി, അതിന്റെ ഇടയിൽ നിന്ന് ഗ്രീഫ് വന്നു, ഇപ്പൊ എന്താണ് ഒരു ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ നടക്കണം. എന്ത് കമ്പാഷൻ ഉണ്ടാവുകയാണ് അഖിലസിന്. ആ അത്രയും നേരം ഭയങ്കര സ്ട്രോങ് വയലന്റ് ആയിട്ട് നിന്ന അഖിലസ് പെട്ടെന്ന് റയാമിന്റെ ഒരു ആക്ടിവിറ്റി കാരണം എന്താണ്, റയാം വന്ന് ചോദിക്കുമ്പോൾ അഖിലസ് ഇസ് ഫീലിംഗ് ബാഡ് ഫോർ ഹിം. ആ അഖിലസിന്റെ ഉള്ളിൽ ഒരു കമ്പാഷൻ വരികയാണ്. അതായത് ഈ റേജിന്ന് നേരെ കമ്പാഷനിലേക്ക് പോകുന്ന കാണാം. എന്നിട്ട് എന്ത് ചെയ്യാണ്, അക്കിലസ് ഈ ബോഡി തിരിച്ച് അച്ഛന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളിപ്പോ പറഞ്ഞു പ്രയാം. ഈ പ്രയാം ആരാണ്? ഫാദർ ഓഫ് ഹെക്ടർ, അതായത് കിങ് ആണ്. അവിടെ പ്രയാമിന്റെ സപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഹൗ ഈ പ്രയാം എന്ന് പറയുന്ന ആള് കിങ് ആയിട്ട് കൂടി അക്കിലസിന്റെ അടുത്ത് പോയിട്ട് പ്ലീഡ് ചെയ്യാണ്. എന്തിനു വേണ്ടി? തന്റെ സണ്ണിന്റെ ബോഡി തിരിച്ചിട്ടാൻ വേണ്ടി, മോന്റെ ബോഡി തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പം ഇവിടെ എന്താണ്, നമുക്കൊരു എമ്പതി കാണാം, മ്യൂച്വൽ റെസ്പെക്ട് കാണാം, പെയിൻ ഓഫ് ലോസ് കാണാം. രണ്ടുപേർക്കും ലോസ് ഉണ്ട്. അക്കിലസിന്റെ ക്ലോസ് ഫ്രണ്ടിനെ ലോസ് ചെയ്തു, പ്രയാമിന്റെ മകനെ നഷ്ടപ്പെട്ടു. സോ ദർ ഇസ് പെയിൻ ഓഫ് ലോസ്. രണ്ട് സൈഡിലും പെയിൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ പ്രയാം എന്താ ചെയ്യുന്നത്? പ്രയാം പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള ഈഗോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാതെ ചെന്ന് ചോദിക്കുകയാണ്, എന്റെ മകന്റെ ബോഡി തിരിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ പ്രയാം ചെയ്യുന്ന ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ന്യൂ കൈൻഡ് ഓഫ് ഹീറോയിസം എന്ന് പറയാം. പ്രയാം എന്താ ചെയ്യുന്നത്? ഈ ബോഡി കൊടുക്കുന്ന അക്കിലസിന്റെ കൈ പിടിച്ചിട്ട് കിസ് ചെയ്യാണ്. ആ അവിടെ പ്രയാമിന് ബോഡി എടുത്തിട്ട് നേരെ പോയാൽ മതി, പക്ഷെ ആസ് ആൻ ആക്ട് ഓഫ് ഹീറോയിക് മൊമെന്റ് അവര് പ്രയാം കിസ് ചെയ്യാണ്. ആ മകൻ, ആ കൊന്നതാണ്, സ്വന്തം മോനെ കൊന്ന വ്യക്തിയുടെ കൈയാണ് കിസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മളൊക്കെ ആണെങ്കിലോ അവരുടെ അടുത്ത് കൂടുതൽ ദേഷ്യം വെക്കല്ലേ ഉള്ളൂ. പക്ഷെ പ്രയാം അങ്ങനെയല്ല ചെയ്തത്. അപ്പൊ അവിടെ നമുക്കൊരു മ്യൂച്വൽ റെസ്പെക്ട് കാണാൻ പറ്റും. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇപ്പൊ അക്കിലസിന്റെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ അക്കിലസിന് ശരിക്കും പറഞ്ഞാൽ പ്രയാം വരുമ്പോൾ പറ്റില്ല, എനിക്ക് ബോഡി തരാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷെ പ്രയാം വരുമ്പോൾ അങ്ങനെയല്ല അക്കിലസ് ചെയ്യുന്നത്. കാരണം എന്താ, ഈ പ്രയാമിന്റെ സ്ഥാനത്ത് അക്കിലസിന്റെ അച്ഛനാണ് എങ്കിലോ എന്നൊരു രീതിയിലേക്ക് അക്കിലസ് ചിന്തിക്കുകയാണ്. അപ്പൊ എന്റെ അച്ഛൻ ഇതുപോലെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ വന്ന് പ്ലീഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ചിട്ടാണ് ബോഡി തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഹിയർ ഇനി അക്കിലസ് വേറൊരു കാര്യമുണ്ട്. അക്കിലസ് ഓണേഴ്സ് പ്രയാം അല്ലെ, ഇൻവൈറ്റ്സ് ഹിം ടു ഷെയർ എ മീൽ. അപ്പൊ സ്വന്തം മോനെ കൊന്നു, അതുപോലെ തന്നെ മോൻ അവന്റെ സുഹൃത്തിനെ കൊന്നു എന്നതെല്ലാം മാറ്റി വെച്ചിട്ട് അക്കിലസ് പ്രയാമിന്റെ അടുത്ത് മീലിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് എനിമീസിനും ലോസ് സംഭവിക്കുന്നുണ്ട് അല്ലെ, രണ്ട് എനിമീസിനും ഗ്രീഫ് ഉണ്ട്. പക്ഷെ അവരെന്താണ് റിക്കൺസൈൽ ചെയ്യാണ്, അവരെ ഒരുമിച്ച് തീരുമാനിക്കുകയാണ് ഇറ്റ്സ് ഫൈൻ എന്നുള്ള രീതിയിൽ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലാണ് ദ ഹോൾ സ്റ്റോറി ഈസ് ഗോയിങ്. ഇനി ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അക്കിലസിന്റെ ആക്ടിവിറ്റീസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാലോ, അക്കിലസ് ആൻഡ് ഹെക്ടർ, ഇപ്പൊ രണ്ട് ക്യാരക്ടേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആരാണ് ശരിക്കും പറഞ്ഞ വാരിയർ?
ആരാണ് ശരിക്കും ഹീറോ? രണ്ടുപേരെ നമുക്ക് ഹീറോ ആയിട്ട് പറയാൻ പറ്റുമോ? പറ്റും. നമുക്ക് രണ്ടുപേരും ഹീറോ ആയിട്ട് പറയാൻ പറ്റും. കാരണം ഇപ്പം ഹെക്ടർ, അതിപ്പോ രണ്ടുപേരും ഹെക്ടർ ആയിക്കോട്ടെ അക്കിലസ് ആയിക്കോട്ടെ, രണ്ടുപേരും രണ്ടുപേരുടെയും നേഷനിലെ ഹീറോസ് ആണ് അല്ലെ. എന്താണ് ഹെക്ടർ, ഹെക്ടറിന്റെ നേഷൻ, അതായത് ട്രോയിന്റെ ഹീറോ എന്ന് പറയുന്നത് ഹെക്ടർ ആണ്. അറ്റ് ദ സെയിം ടൈം ഗ്രീക്കിൻ്റെത് അക്കിലസ് ആണ്. ആ ഈ ഹെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹെക്ടറിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് ഹെക്ടറിന്റെ ബ്രദർ ആയിട്ടുള്ള പാരിസ് ചെയ്തൊരു ആക്ടിവിറ്റി ആണ് അല്ലെ, ഹെലനെ അബ്ഡക്റ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ എന്നിട്ട് കൂടിയും ഹെക്ടർ സ്വന്തം ഹോംലാൻഡിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. ആ ഇപ്പൊ അക്കിലസ് ആണെങ്കിലോ, അക്കിലസ് എന്താണ് ചെയ്യുന്നത്? അക്കിലസിന്റെ കേസ് വരുമ്പം ഇറ്റ്സ് ആക്ച്വലി കോംപ്ലിക്കേറ്റഡ് അല്ലെ. അക്കിലസ് ശരിക്കും പറഞ്ഞ കൺട്രിക്ക് വേണ്ടി മാത്രമാണ് അല്ല, അക്കിലസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് അക്കിലസ് ഇതിലേക്ക് ഇറങ്ങുന്നത്. ആ ഓക്കെ, ഇനി ഹെക്ടറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹെക്ടർ, ദ ട്രാജിക് ഹീറോ ഓഫ് ബ്യൂട്ടി ആൻഡ് കോൺഷ്യസ് ദോ ഹി ഡിസപ്രൂവ്സ് ഓഫ് പാരീസ്. അത് നമ്മളിപ്പോ പറഞ്ഞു, പാരീസ് ഹെലനെ അബ്ഡക്റ്റ് ചെയ്യുന്നു. അപ്പം ശരിക്കും പറഞ്ഞ ഒരു ലോജിക്കലി തിങ്കിങ് അല്ലെങ്കിൽ ഹെക്ടറിന് മനസാക്ഷി നോക്കുമ്പോൾ ഈ ചെയ്ത ആക്ടിവിറ്റി ഇസ് നോട്ട് ഗുഡ്. ആ ഹെലനെ അങ്ങനെ ഇലോപ്പ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമേ ഇല്ല. അതൊക്കെ ശരിയാ. പക്ഷെ ഹെക്ടർ എന്തിനു വേണ്ടിയിട്ടാ? പാട്രിയോട്ടിക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്. ഹെക്ടറിനാണെങ്കിൽ പറ്റില്ല, അത് അവൻ ചെയ്തൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ച് മാറി നിൽക്കാം. ബട്ട് ഹീസ് നോട്ട്, ഹീസ് വെരി ലോയൽ. ആ ഹെക്ടർ ഭയങ്കര ലോയൽ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഹെക്ടർ അങ്ങനെ ചെയ്യുന്നത് അല്ലെ. അറ്റ് ദ സെയിം ടൈം എന്താ, ഈ സ്റ്റോൺ ബിറ്റ്വീൻ മോറൽ കോൺഷ്യൻസ് ആൻഡ് ഫാമിലിയർ റെസ്പോൺസിബിലിറ്റി. അതായത് ഹെക്ടറിന് ഒരു ഫാമിലി ഉണ്ട്, പക്ഷെ എന്നാൽ കൂടിയും ഹെക്ടറിന്റെ പീപ്പിളിനെ സേവ് ചെയ്യണം എന്നൊരു മൈൻഡ്, ഒരു മോറൽ മൈൻഡ് ഉള്ളത് കൊണ്ടാണ് ഹെക്ടർ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇപ്പൊ ഇവർക്കറിയാം, ഈ ഹെക്ടറിനെ ഫൈറ്റ് ചെയ്യുമ്പോഴേ അറിയാം എന്ത് ഗ്രീക്ക് ആയിരിക്കും ജയിക്കുക എന്നുള്ളത്. പക്ഷെ എന്നിട്ടും ഹെക്ടർ അവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഹീറോയിസം ബിയോണ്ട് വിക്ടറി. അപ്പം ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഹെക്ടറിന് ഒരു ഫാമിലി ഉണ്ടെന്ന്. ആരാ അത്? ഹെക്ടർ ഭയങ്കര ഒരു നല്ല ഫാമിലി മാൻ ആയിരുന്നു. ഓക്കെ, ഹെക്ടറിന്റെ വൈഫാണ് ആഡ്രോമാക് എന്ന് പറയുന്നത്. ആൻഡ് ഹി ഹാസ് എ സൺ ടു. അപ്പൊ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്കിപ്പോ ഒരു ഒരാളെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, ഓക്കെ ഫാമിലി, എനിക്കൊരു ഫാമിലി ഉണ്ട്, എന്നെ നോക്കിയിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട് എന്നിങ്ങനെ ഒരു സംഭവം, ഒരു ഇമോഷണൽ വെയിറ്റ് ഉണ്ട് ഈ ഹെക്ടറിന്. പക്ഷെ എന്നാൽ കൂടിയും ഹെക്ടർ അവിടെ ഫാമിലിക്ക് വേണ്ടി മാറി നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഓക്കെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയും എന്റെ മോനും ഒറ്റയ്ക്കാവും എന്നൊരു കാര്യം കൊണ്ട് ഹെക്ടർ അവിടെ ഇറങ്ങാതിരിക്കുന്നില്ല. ഹെക്ടർ ഇസ് കമ്മിങ് ഔട്ട് അല്ലെ. ഹെക്ടർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാണ്. അത് ഹെക്ടറിന്റെ ഒരു വളരെ നല്ല ക്യാരക്ടറാണ്. ആ പാട്രിയോട്ടിക് ഡ്യൂട്ടിയാണ് അവിടെ കാണിക്കുന്ന ഹെക്ടറിന്റെ. നമുക്ക് കാണാൻ പറ്റും ഈ ഹെക്ടറിന്റെ വൈഫായിട്ടുള്ള ആൻഡ്രോമാക്ക് ഹെക്ടറിന്റെ അടുത്ത് പറയാണ്, പോവരുത് നിങ്ങള് എന്നുള്ള രീതിയിൽ പറയാണ്. ആ കാരണം ഇവരുടെ മോൻ സ്റ്റിൽ ഒരു കുഞ്ഞു കുട്ടിയാണ്. അപ്പം ഹെക്ടറും കൂടി ഇല്ലെങ്കിൽ ആൻഡ്രോമാക്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ആൻഡ്രോമാക്കിന്റെ അച്ഛൻ മരിച്ചു ഈ വാറില്. 7 ബ്രദേഴ്സ് ഉണ്ട്, 7 ബ്രദേഴ്സും മരിച്ചു ഈ വാറില്. ഇനി ആരാ ഉള്ളത്? ആകെ ഉള്ളത് ഹസ്ബൻഡാണ്, ഹെക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻഡ്രോമാക്കിന് ഇനി പറയാൻ ആകെയുള്ളത് ആരാണ്? ഹസ്ബൻഡാണ്, ഹെക്ടർ ആണ് അല്ലെ. പക്ഷെ എന്താണ്, ഹെക്ടർ ഗീവ്സ് ഡ്യൂട്ടി ഓവർ ഡിസയർ അല്ലെ. ഹെക്ടർ ഡ്യൂട്ടിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ആൻഡ്രോമാക്ക് ഹെക്ടറിന്റെ അടുത്ത് കരഞ്ഞു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഇവിടെ. യു ഹെക്ടർ, യു ആർ മൈ ഫാദർ നൗ, മൈ നോബിൾ മദർ, എ ബ്രദർ ടു, ആൻഡ് യു ആർ മൈ ഹസ്ബൻഡ്, യങ് ആൻഡ് വാം ആൻഡ് സ്ട്രോങ്, പിറ്റി മീ പ്ലീസ്. പറയാൻ എന്താ, എന്റെ അച്ഛൻ നീയാണ്, അമ്മ നീയാണ്, ബ്രദർ നീയാണ്, ഹസ്ബൻഡ് നീയാണ്, സോ പോവരുതേ എന്ന് പറഞ്ഞ് കരയാണ് ആര്? ആൻഡ്രോമാക്ക്. അപ്പം പക്ഷെ ഹെക്ടർ പോകുന്നുണ്ട്. ഹെക്ടറിന്റെ അവസാനമായിട്ടൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഹെക്ടറിന്റെ മകന് ഹി ഷുഡ് ബിക്കം എ ഗ്രേറ്റ് വാരിയർ. അതാണ് ഹെക്ടറിന്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന. അതായത് സ്വന്തം മകൻ അച്ഛനെക്കാട്ടിലും നല്ല രീതിയിൽ ഒരു വാരിയർ ആയിട്ട് പിന്നീട് അതായത് അമ്മയ്ക്ക് ആ മകനെ കുറിച്ച് ഓർത്ത് അഭിമാനം ഉണ്ടാവുന്ന രീതിയിലേക്ക് ആ മകൻ വരണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് ഹെക്ടർ. പക്ഷെ എന്താണ് കാണാൻ പറ്റും, പിന്നീട് ഹെക്ടറിന്റെ മകനെയും കൊല്ലുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന പോലും നടക്കുന്നില്ല ഹെക്ടറിന്റെ കാര്യത്തില്. അപ്പോൾ ഹെക്ടർ ഒരു ഫാമിലി മാൻ ആണ്, പക്ഷെ ആള് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡ്യൂട്ടിക്കാണ്. പക്ഷെ അക്കിലസിന് വൈഫ്, കുട്ടികൾ എന്നിങ്ങനെ പറയുന്ന പേഴ്സണൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളും വരുന്നില്ല. ഹീസ് എ സോളിറ്ററി ഫിഗർ. പക്ഷെ ഒരു എഫക്ഷൻ വരുന്നുണ്ട്. ആരോട്? നമ്മൾ ആ പാട്രിക്കൽസ് മരിക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹെക്ടറിന്റെ ഒരു ഇമോഷണൽ സൈഡ് കാണാം. അറ്റ് ദ സെയിം ടൈം അമ്മ തിറ്റസ്, നമ്മൾ പറഞ്ഞിരുന്നു ഗോഡസ് അല്ലെ.
അവരെടുത്തും ഒരു എഫെക്ഷൻ ഉണ്ട്. ഇനി ഹെക്ടേഴ്സ് ഹീറോയിസം ലൈസ് ഇൻ സാക്രിഫൈസ്, ലോയാലിറ്റി ആൻഡ് ഇമോഷൻ. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഹെക്ടറിനെ ഹീറോ ആയിട്ട് കാണാം അല്ലെ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹെക്ടർ ഇസ് ഓൾസോ എ വെരി ഗുഡ് പേഴ്സൺ അല്ലെ. അപ്പം ഹെക്ടർ എന്താണ്, സാക്രിഫൈസ് ചെയ്യാണ്, തന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാണ്, തന്റെ ഫാമിലിനെ സാക്രിഫൈസ് ചെയ്യാണ്, തന്റെ വൈഫ്, കുട്ടി, അങ്ങനെ എല്ലാത്തിനെയും സാക്രിഫൈസ് ചെയ്തിട്ട് ലോയാലിറ്റിക്ക് വേണ്ടി മാത്രം. അല്ലാതെ അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരീസ് ചെയ്ത ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഹെക്ടർ ഇറങ്ങുന്നത് അല്ലെ. ഇറ്റ് ഷോസ് എ മെച്യൂർ നേച്ചർ ഓഫ് ഹെക്ടർ. അങ്ങനെ നോക്കുമ്പോൾ ഹെക്ടർ ഒരു ഹീറോ അല്ലേ? അതെ, ഹെക്ടർ ഒരു ഹീറോ ആണ്. അറ്റ് ദ സെയിം ടൈം അക്കിലസും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അക്കിലസിന്റെ കാര്യത്തിലും നമുക്ക് എന്താ പറയാ, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. ഈ ദേഷ്യം പെട്ടെന്ന് എമ്പതി ആവുന്നുണ്ട്. അവിടെ അക്കിലസ് ഒരു നല്ല പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. അക്കിലസ് ഈസ് ഓൾസോ എ ഗുഡ് പേഴ്സൺ. സോ ഹിയർ കംസ് ദ ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ഹീറോ ഓഫ് ദ ഇലിയാഡ്? എഗെയിൻ പിന്നെ നമുക്ക് ഡൗട്ടാണ് അല്ലെ, ആരാണ് ഈ ഇലിയാഡ് എന്ന് പറയുന്നതിലെ ഹീറോ? സ്റ്റിൽ എ ഡൗട്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെക്ടർ എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രദറിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അച്ഛന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം ആൾക്കാർ മരിക്കും എന്നുള്ളത് കൊണ്ടാണ് എടുക്കുന്നത്. തന്റെ ഇമോഷനും മുകളിൽ ഡ്യൂട്ടീനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഹെക്ടർ ഇവിടെ ഇറങ്ങുന്നത്. സോ ഹെക്ടർ ഷോസ് ലോയാലിറ്റി, സെൽഫ് കൺട്രോൾ, ഡീപ് ഫാമിലിയൽ ലവ് അല്ലെ. അതെ. പിന്നെ അക്കിലസ്, ദ ഡ്രാറ്റ്ഫുൾ വാരിയർ. അപ്പൊ അഖിലസ് നമ്മൾ പറഞ്ഞു, അഖിലസ് അങ്ങനെ ആർക്കും വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഓക്കെ എന്റെ കൂടെ ഉള്ളവർ ജയിക്കും അല്ലെങ്കിൽ അവർ തോക്കും അതുകൊണ്ട് ഞാൻ ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. ഒന്ന് പേഴ്സണൽ പ്രൈഡാണ്, ഒന്ന് ഈഗോ വരുന്നുണ്ട് അല്ലെ, തുടക്കത്തിലേ വരുന്നുണ്ട്, പിന്നീട് റേജ് വരെയാണ്. ഇത് കണ്ടാണ് ആര്, അഖിലസ് ഫൈറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഒന്ന് ആദ്യം ഇറങ്ങാതിരിക്കുന്ന എന്തുകൊണ്ട്? അഗാംനോൺ കാരണം. പിന്നെ ഇറങ്ങുന്നത് എന്തുകൊണ്ട്? ഹെക്ടർ ഫ്രണ്ടിനെ കൊന്നു എന്നുള്ള ഒരു കാര്യം. അപ്പം അഖിലസ് എന്തൊക്കെയാണ്, ഹീസ് ഹാവിങ് പ്രൈഡ്, ബ്രൂട്ടൽ എക്സസ് എല്ലാം ഉണ്ട് അല്ലെ. ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾ മാത്രമല്ല, സെയിം ടൈം പ്രൈഡ് ഉണ്ട്, നല്ല ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ അഖിലസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഐ റിപ്പീറ്റ്, ഈ പ്രശ്നം എന്ന് പറയുമ്പം മോഡേൺ വ്യൂവിൽ അതൊരു പ്രശ്നം, പക്ഷെ ഹോമറിക് വ്യൂവിൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പ്രൈഡ് നല്ലതാണ്, വെഞ്ചൻസ് നല്ലതാണ്, റേജ് നല്ലതാണ്. സോ ഹിയർ ഈവൻ ഇൻ വിക്ടറി ഹിസ് ട്രീറ്റ്മെന്റ് ഓഫ് ഹെക്ടേഴ്സ് ബോഡി റിഫ്ലെക്ട്സ് എ ലാക്ക് ഓഫ് റെസ്ട്രെയിൻ. നമ്മൾ കണ്ടതാണ് ഹെക്ടറിന്റെ ബോഡി എങ്ങനെയാണ് അക്കിലസ് ട്രീറ്റ് ചെയ്തത് എന്നുള്ളത് അല്ലെ. അപ്പം എന്താ ഹെക്ടർ എന്താണ് ചെയ്യുന്നത്? ഹെക്ടർ കാണുന്നത് ഒരു ഗ്ലോറിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടല്ല ഹെക്ടർ ഫൈറ്റിന് വേണ്ടി ഇറങ്ങുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും അത് തന്നെയാണ്. ഓക്കെ. പക്ഷെ അക്കിലസ് എന്ന് പറയുമ്പോ എന്താ, വോറും വയലൻസ് ഒക്കെ ഭയങ്കരമായിട്ട് എംബ്രേസ് ചെയ്യുന്ന ഒരാളാണ്. ആൾക്കെന്താണ്, ആളുടെ ഈഗോ, ആളുടെ റേജ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ആള് ഫൈറ്റിന് ഇറങ്ങുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു, ഇപ്പൊ മോഡേൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഹെക്ടർ വളരെ നല്ല പേഴ്സൺ ആണ് അല്ലെ. ഹെക്ടർ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഹെക്ടർ ഇസ് ഫൈറ്റിംഗ് ഫോർ ഹിസ് കൺട്രി, ഫൈറ്റിംഗ് ഫോർ ഹിസ് പീപ്പിൾ അല്ലെ. അപ്പൊ ഹെക്ടർ ഭയങ്കര നോബിളും ഹ്യൂമൻ ആയിട്ട് നമ്മുടെ മോഡേൺ ഹ്യൂമനിസ്റ്റിക് വ്യൂവിൽ പറയാൻ പറ്റും. പക്ഷെ ഹോമറിക് വേൾഡിൽ എന്താണ്, ആര് ജയിക്കുന്നോ ഏത് രീതിയിലാണെങ്കിലും ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ബ്രൂട്ടാലിറ്റി ഒന്നും അവിടെ ഒരു വിഷയമേ അല്ല. അപ്പം അക്കിലസ് എന്താണ്, ആണ് അവിടെ വാരിയർ ഹീറോ ആയിട്ട് കൺസിഡർ ചെയ്യുക ഓൺ ദ ബേസിസ് ഓഫ് ഹൊമേറിക് വ്യൂസ് അല്ലെങ്കിൽ ഹൊമേറിക് വേൾഡ്. ഓക്കെ. ഇനി ആ സമയത്ത് ഉണ്ടായിരുന്ന ഹീറോയിക് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഓണർ ആണ്, ദെൻ റെസ്പെക്ട് ഫോർ ദ ഡെത്ത്, battle and bravery, devotion to king or the leader, and lastly and more importantly, opinions concerning eternal glory and a short life versus no eternal glory and a long happy life. എന്നാ നോക്കാം. ഓണർ. ആ ഓണർ എന്താണെങ്കിലും ഒരു ഹീറോയുടെ ഒരു വലിയൊരു ഐഡിയൽ ആണ് അല്ലെ ഓണർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹെക്ടർ എന്ന് പറയുന്ന ക്യാരക്ടറിനുണ്ടോ? ഉണ്ട്, ഓണർ ഉണ്ട്. കാരണം എന്താ, ഹെക്ടർ ഫൈറ്റ് ചെയ്യാൻ തന്നെ ഇറങ്ങുന്നത് എന്തുകൊണ്ടാ? ഈ പറയുന്ന ബ്രദർ ചെയ്ത ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഇറങ്ങുന്നത്. വാട്ട് ഹി സേസ്, ഓൾ ദിസ് വെയ്സ് ഓൺ മൈ മൈൻഡ് ടു ഡിയർ വുമൺ. ഇവിടെ ഡിയർ വുമൺ ആരാണ്? ഹെക്ടറിന്റെ വൈഫാണ്. But I would die of shame to face the men of Troy and the Trojan women trailing their long robes. If I would shrink from battle now, a coward. അപ്പം പറയാണ്, വൈഫിന്റെ അടുത്തുള്ള റിപ്ലൈ ആയിട്ട് പറയാണ്, എനിക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്, ബട്ട് സ്റ്റിൽ ഇപ്പോ ഈ ഒരു ടൈമിൽ ഞാൻ ട്രോയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാതെ തിരിഞ്ഞു വരികയാണെങ്കിൽ ഓക്കെ, എല്ലാരും എന്ത് പറയും? ഞാനൊരു കവേർഡ് ആണ് എന്ന് പറയും. അതിൽ നിന്ന് തന്നെ എന്താ, അപ്പൊ ഹെക്ടർ എന്തുകൊണ്ടാണ്
ഇറങ്ങിയത് എന്നതിനൊരു ഉത്തരവുണ്ട്. ഹി ക്യാൻ നോട്ട് ടേക്ക് ദി ഡിസ്ഗ്രേസ് ഓഫ് ബീങ് കോൾഡ് എ കവാർഡ്. ഇപ്പൊ ഹെക്ടർ ഭാര്യനെയും കുട്ടീനെയും നോക്കി ഇരിക്കുകയാണെങ്കിൽ എല്ലാരും എന്ത് പറയും? ഹെക്ടർ ഒരു കവാർഡാണെന്ന് പറയും അല്ലെ? അത് ഹെക്ടറിനെ കുറിച്ച്, ആ ഒരു ഡിസ്ഗ്രേസ് ഹെക്ടറിന് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. സോ അതിൽ നല്ലത് ഫൈറ്റ് ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഹെക്ടർ ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, അപ്പൊ നേഷന് വേണ്ടിയിട്ടല്ല അല്ലെ, അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് അല്ലേ എന്നൊക്കെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റൂല്ലേ. അക്ലസ് ഇസ് ക്വൈറ്റ് അൺകൺസേൺഡ് അബൌട്ട് ഒബേയിങ് കിങ്സ് ഓർഡേഴ്സ് ആൻഡ് ഓൺലി ഫൈറ്റ്സ് ഫോർ. അപ്പം ഇപ്പൊ ഹെക്ടർ ഇങ്ങനെയാണ്, അക്ലസ് നേരെ തിരിച്ചാ. അക്ലസ് എന്താ, കിങ് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഐ ഡോണ്ട് കെയർ. അപ്പൊ അഗാംനോൺ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഫൈറ്റ് ചെയ്യില്ല അക്കിലസ് അല്ലെ. അക്കിലസ് എന്തിനാ ഫൈറ്റ് ചെയ്യുന്നത്? ഫോർ ഹിസ് ഓൺ റീസൺസ്. തുടക്കത്തിൽ എന്താണ്, ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞതും ഹിസ് ഓൺ റീസൺ ആയിരുന്നു. പിന്നീട് ഫൈറ്റ് ചെയ്യുന്നതും ആളുടെ സ്വന്തം റീസൺ കൊണ്ട് മാത്രമാണ്. അക്കിലസ് ഷോസ് ഹിസ് പ്രൈഡ് ബട്ട് ഹിസ് റേജ്, റെപ്യൂട്ടേഷൻ, ഡിഗ്നിറ്റി ആൻഡ് പ്രൈഡ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും അക്കിലസ് പ്രൈഡ് കാണിക്കുന്നുണ്ട് അല്ലെ. പക്ഷേ നമ്മുടെ ഹോമറിക് ഐഡിയൽ, ഇപ്പൊ ഓണറിന്റെ ഹോമറിക് ഐഡിയൽ അനുസരിച്ച് ഓണർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്, ഓണർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട എല്ലാ ആസ്പെക്ട്സും അക്കിലസിനുണ്ട്. റേജ് ഉണ്ട്, റെപ്യൂട്ടേഷൻ ഉണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്, പ്രൈഡ് ഉണ്ട്. അപ്പൊ ആരാണ് ഇവിടെ ഈ ഹോമറിക് ഐഡിയൽ അനുസരിച്ച് ഓണർ ഉള്ള ആള്? അക്കിലസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് റെസ്പെക്ട് ഫോർ ദ ഡെത്ത്. അത് നമ്മുടെ പോയത്തിലെ ഒരു മെയിൻ തീമാണ്. നമുക്കറിയാം ഹെക്ടർ ഈ പോയത്തിൽ പറയുന്നുണ്ട്, ഹെക്ടർ പറയാണ് നമ്മൾ ആര് വേണേലും ജയിക്കോ തോക്കോ ചെയ്യും, പക്ഷെ ലോസറിന്റെ ഫാമിലിക്ക്, ഇപ്പം ഏത് ടീമാണോ തോക്കുന്നത് അവരെന്ത് ചെയ്യണം? ഈ ബോഡി അവരുടെ ഫാമിലിക്ക് തിരിച്ചു കൊടുക്കണം, ഒരു ഫെയർവെല്ലിന് വേണ്ടിയിട്ട് എന്ന് ഹെക്ടർ പറയാണ്. ഇറ്റ് ഷോസ് എ റെസ്പെക്ട് ടു ദ ഡെഡ് അല്ലേ. അപ്പൊ ഹെക്ടർ വളരെ നല്ലൊരു വ്യക്തിയാണ്, അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ വി വിൽ ഗിവ് ദ ബോഡി ബാക്ക് ടു ദർ ഫാമിലി. അവർക്ക് ഫെയർവെൽ കൊടുക്കാൻ വേണ്ടി, ഫ്യൂണറൽ സെറമണീസിനൊക്കെ വേണ്ടിയിട്ട് ബോഡി തിരിച്ചു കൊടുക്കാം എന്നിങ്ങനെ ഒരു രീതിയിൽ ഒരു സജഷൻ ഹെക്ടർ വെക്കാണ്. പക്ഷെ അക്കിലസ് റെഫ്യൂസസ്. അക്കിലസ് പറയാണ് പറ്റില്ല. അതായത് അക്കിലസ് എന്താണ്, ഒരു രീതിക്കും ബോഡീനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇന്ന് ഹെക്ടറിന്റെ ബോഡി വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ബാറ്റിൽ ആൻഡ് ബ്രേവറി. ഓക്കെ, അതും നമ്മുടെ പോയത്തിൽ കാണാം. ഇതില് നമ്മുടെ ഹെക്ടറിന് ബ്രേവറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഹിസ് ഗ്ലോറി ഈസ് മ്യൂട്ടഡ്. എന്തുകൊണ്ടാ? അക്കിലസ് നമ്മുടെ ഹെക്ടർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ കണ്ടിന്യൂസ്ലി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അവര് ഇപ്പൊ ജയിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആര് വരുന്നത്? നമ്മുടെ അക്കിലസ് വരുന്നത്. അപ്പൊ അക്കിലസിനെ കാണുമ്പോൾ തുടക്കത്തില് ഹെക്ടറിന് ഒരു പേടി വരികയാണ്. അക്കിലസിന്റെ ആ ഒരു ദേഷ്യം, അക്കിലസ് വാസ് ഹൈലി റേജ്ഫുൾ അല്ലെ, ആ സമയത്ത് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി വരുന്നേ. അപ്പൊ ആ ഒരു എൻട്രി കാണുമ്പോഴേക്കും ശരിക്കും ഹെക്ടർ ഒന്ന് പേടിക്കുന്നുണ്ട്, ഒന്ന് പതുങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെക്ടറിന്റെ ഗ്ലോറി വലിയ കാര്യമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഹെക്ടർ ഭയങ്കര ബ്രേവ് ആണ് എന്ന് ഉള്ള കാര്യം, അതിന് മുന്നേ വരെ ചെയ്തിരുന്ന കാര്യം എല്ലാം ഈ ഒരു ചെറിയൊരു ഫിയർ കാരണം പോവാണ്. ഓക്കെ, ദെൻ ഡിവോഷൻ ടു കിങ്. നമ്മൾ പറഞ്ഞു ഹെക്ടർ ഫൈറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒന്ന് ഹെക്ടറിന്റെ ബ്രദർ, അറ്റ് ദ സെയിം ടൈം ഹെക്ടറിന്റെ ഫാമിലി, ഹെക്ടറിന്റെ കിങ്. കിങ് ഉണ്ട്, ആരായിരുന്നു? നമ്മുടെ പ്രയാം. അപ്പൊ ഈ പ്രയാമിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹെക്ടർ ഫൈറ്റ് ചെയ്യുന്നത് അല്ലെ, കൺട്രിക്ക് വേണ്ടിയിട്ടാണ് ഹെക്ടർ ചെയ്യുന്നത്. പക്ഷെ അക്കിലസോ അല്ല, അക്കിലസ് സ്വന്തം ഗ്ലോറിക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഫ്രണ്ടിന് വേണ്ടിയിട്ടുമാണ് ഫൈറ്റ് ചെയ്യുന്നത്, അല്ലാതെ കൺട്രിക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ കിങ്ങിന് വേണ്ടിയിട്ടല്ല നമ്മുടെ അക്കിലസ് ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഹെക്ടർ ഷോസ് മോർ ഡിവോഷൻ ദാൻ അക്കിലസ് ആസ് ഹി ഫൈറ്റ്സ് ഫോർ ഹിസ് കൺട്രി ആൻഡ് ഓൾസോ ഫോർ ഹിസ് കിങ് അല്ലെ. അപ്പം ഹെക്ടർ ആണ് കുറച്ചുകൂടി ഡിവോട്ടഡ് ആയിട്ട് ചെയ്യുന്നത്. കാരണം ഹെക്ടർ ഫൈറ്റ് ചെയ്യുന്ന കൺട്രിക്ക് വേണ്ടിയാണ്, അക്കിലസ് ഫൈറ്റ് ചെയ്യുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലെ. നെക്സ്റ്റ് ഇസ് ഒപ്പീനിയൻസ് കൺസേണിങ് എറ്റേണൽ ഗ്ലോറി. അപ്പം ഹെക്ടറിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിനെ വിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ഒരു ഡിസ്ഗ്രേസ് വരും, അല്ലെങ്കിൽ ആൾക്കാർ തിരിച്ചു ചെല്ലുമ്പോ എന്ത് വിളിക്കും? കവാഡ് എന്ന് വിളിച്ച് കളിയാക്കും എന്നുള്ളത് കൊണ്ടാണ് ഹെക്ടർ ഫൈറ്റിന് ഇറങ്ങുന്നത്. പക്ഷെ അക്കിലസ് വിഷസ് ഫോർ എറ്റേണൽ ഗ്ലോറി. അക്കിലസിന് എറ്റേണൽ ഗ്ലോറി, അവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്ലോറിക്ക് വേണ്ടി വിഷ് ചെയ്യുന്ന ഒരാളാണ് അക്കിലസ്. കാരണം നമുക്കറിയാം അക്കിലസിന്റെ അമ്മയാണ് ഗോഡസ് തീറ്റസ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഈ ഗോഡസ് അക്കിലസിന്റെ അമ്മ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് എന്താ, ഈ ഗ്ലോറിക്ക് വേണ്ടി നീ പോവുകയാണെങ്കിൽ നീ മരിക്കും, അല്ലെങ്കിൽ യു ക്യാൻ ലിവ് എ ഫാമിലി ലൈഫ് എന്നുള്ള രീതിയിൽ പറയാണ്. പക്ഷെ അക്കിലസ് എന്താ ചെയ്യുന്നത്? ഈ ഗ്ലോറി വിൻ ചെയ്യണം, അക്കിലസ് ഇറങ്ങി ഫൈറ്റ് ചെയ്യണം. അക്കിലസ് ഇപ്പം ഇതൊക്കെ വിചാരിച്ച അയ്യോ ഞാൻ മരിക്കുമെന്ന് വിചാരിച്ച സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിന്നിരുന്നെങ്കിൽ അക്കിലസിനെ പറയുന്ന ഗ്ലോറി കിട്ടില്ല. പക്ഷെ അക്കിലസ് ഇറങ്ങി ജയിച്ച് ഈ ഗ്ലോറി നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇനി
ഹെക്ടർ സീംസ് ടു ലീഡ് മോർ മെച്യൂരിറ്റി ബിക്കോസ് ഹിസ് ഡിസിഷൻ ടു ഫൈറ്റ് ഇസ് അത് നമ്മൾ പറഞ്ഞത് തന്നെ എന്താണ്, ഹെക്ടർ റേജിന്റെ പുറത്തല്ല, അതായത് ഹെക്ടർ കുറച്ചുകൂടി മെച്ചുവേർഡ് ആണ്. കാരണം എന്താ, ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി ഫൈറ്റ് ചെയ്തതൊന്നും അല്ല ഹെക്ടർ. പക്ഷെ അക്കിലസോ, അക്കിലസ് എന്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തത്? ആ അക്കിലസിന്റെ ഉള്ളിലുണ്ടായിരുന്ന റേജ് കൊണ്ടാണ് അല്ലെ, ഫ്രണ്ടിനെ കൊന്നു എന്നുള്ള ദേഷ്യം കൊണ്ടാണ് അല്ലെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം ഹെക്ടേഴ്സ് ലീഡർഷിപ്പ് ഇസ് ഇൻസ്പിറേഷൻ. അപ്പൊ ഹെക്ടറിന്റെ ലീഡർഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റിലുള്ള എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ആയിരുന്നു ഹെക്ടറിന്റെ. പക്ഷെ അക്ലസിന്റെ കേസിലോ, അക്ലസിനെ എല്ലാവർക്കും പേടിയായിരുന്നു, ഫെലോ മിന്നിന്റെ വരെയും പേടിയായിരുന്നു അക്ലസിന്റെ. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു അക്ലസ്. പക്ഷെ ഹെക്ടർ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഹെക്ടർ എന്താണ്, ഗോഡിനെ അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവറിനെ റെസ്പെക്ട് ചെയ്തിരുന്നു, ഒബേ ചെയ്തിരുന്നു, പേടിച്ചിരുന്നു. പക്ഷെ അക്കിലസോ ഒരു രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നില്ല. അക്കിലസ് ഈ പറയും, നമ്മുടെ ഈ ഇലിയാട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അക്കിലസ് എന്താണ്, അക്കിലസിന്റെ ഒരുപാട് ദൈവങ്ങളുടെ സഹായം ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പോ എന്താ, അക്കിലസ് ചോദിക്കുന്നുണ്ട്, അമ്മേന്റെ അടുത്ത് പറയുന്നുണ്ട്, തിറ്റസിന്റെ അടുത്ത് പറയുന്നുണ്ട്, സിയസിന്റെ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എവിടെ അവരെ റെസ്പെക്ട് ചെയ്യുന്നത്? അക്കിലസിന് എപ്പോഴാണോ അവരെ ആവശ്യം അപ്പൊ മാത്രമേ അക്കിലസ് അവരെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. പിന്നെ അക്കിലസ് എന്താണ്, അക്കിലസ് എന്താണ്, ഇവരെ ആരെയും താങ്ക് ചെയ്യുന്നില്ല. അത് ഇവിടെ ഇപ്പോ അവര് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും അക്കിലസ് ഓക്കെ താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ എന്നൊരു സാധനമേ ഇല്ല. അക്കിലസിന്റെ കാര്യം നടക്കണം എന്നൊരു ഉച്ച ഉദ്ദേശത്തോടെയാണ് ഈ ഗോഡിനെ ഒക്കെ വിളിക്കുന്നതും ഹെൽപ്പ് ആവശ്യപ്പെടുന്നതും ഒക്കെ. പക്ഷെ ഹെക്ടർ അങ്ങനെയല്ലായിരുന്നു. ഹെക്ടർ മരിക്കുന്നവരെ ഹീസ് ലോയൽ ടു ഗോഡ്സ്. അപ്പൊ ഇത് രണ്ടുമാണ് ഇവരുടെ ക്യാരക്ടേഴ്സ്, നല്ല കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് അല്ലെ. ഇനി ഹെക്ടറിന് കൂടുതൽ ഒരു സോഫ്റ്റ് സൈഡ് ആണെങ്കിലോ അക്കിലസിന് എന്താ ഉള്ളത്, കൂടുതൽ ഒരു ഹാർഡ് റേജ് ഒക്കെ നിറഞ്ഞൊരു ക്യാരക്ടർ ആണ് അല്ലെ അക്കിലസ്. അപ്പം നമ്മളിപ്പോ പറഞ്ഞു ഹൊമേറിക് ഒരു ഓഡിയൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ആരെയായിരിക്കും പറയാ, ഒരു മോഡേൺ ടൈംസ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹു ഇസ് ദ ഹീറോ എന്ന് ചോദിച്ചാൽ നമ്മൾ മിക്കവാറും പറയാൻ ആരെയായിരിക്കും, ഹെക്ടറിനെ ആയിരിക്കും അല്ലെ. പക്ഷെ ഒരു ഹൊമേറിക് വ്യൂ അല്ലെങ്കിൽ ഒരു ആ കാലഘട്ടത്തിലുള്ള ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് ആരായിരുന്നു ഹീറോ? അക്കിലസ് ഇസ് ദ ഹീറോ. പറഞ്ഞ ഫാക്ട്സിൽ എല്ലാത്തിലും അക്കിലസ് ഉണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ പെർസ്പെക്ടീവ്സ് നോക്കുമ്പോൾ ഹൊമേറിക് ഓഡിയൻസിന് അല്ലെങ്കിൽ ഹൊമേറിക് വ്യൂസ്, ആ ഹൊമേറിക് വേൾഡിൽ വെച്ച് നോക്കുമ്പോൾ ഹു ഇസ് ദ ഹീറോ? അക്കിലസ് ഇസ് ദ ഹീറോ. സോ ഫോർ ദ മോഡേൺ വേൾഡ് ഹു ഇസ് ദ ഹീറോ? ഹെക്ടർ ഇസ് ദ ഹീറോ. ഓക്കെ, താങ്ക് യു. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. So thank you all.